എല്ലാവർക്കും നമസ്കാരം. സുഖമാണല്ലോ. ഇന്ന് സെൽഫ് ലവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെയും നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മളെല്ലാവരെയും തൃപ്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മളുടെ കാര്യം നോക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ കാര്യം നോക്കാനുള്ള സമയം നമുക്ക് ലഭിക്കാറുമില്ല. അതാണ് യാഥാർത്ഥ്യം. സർവീസ് ലൈഫിലായാലും കുടുംബജീവിതത്തിലായാലും അത് യാതൊരു ജെൻഡർ വ്യത്യാസമില്ല, ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല. ആരായാലും എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. അവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ട് ഡിസോർഡറാണ് നമുക്ക് സാധാരണയുള്ളത്, സൈക്കോസൊമാറ്റിക്കും സൊമാറ്റോ സൈക്കിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അസുഖങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ ബാധിക്കും. മനസ്സിനുണ്ടാകുന്ന ടെൻഷൻ, സ്ട്രെസ്സ്, പ്രഷർ, ഇതെല്ലാം നമ്മുടെ ശരീരത്തെയും ബാധിക്കും. അപ്പോൾ ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നതിലാണ് നമ്മളുടെ ഹാപ്പിനെസ് ഇരിക്കുന്നത്. കുറച്ച് പാടാണ്, പക്ഷേ നടപ്പിലാക്കാൻ പറ്റും. അനുഭവം കൊണ്ട് പറയുകയാണ്. ഓഫീസിലാണെങ്കിൽ ഒരിക്കലും ഞാൻ നോ പറയാത്ത ഒരാളാണ്. ഫാമിലി ലൈഫിലും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാലും നോ ഞാൻ പറയില്ല. ചിലപ്പോൾ നമുക്ക് ഹസ്ബൻഡ് അനുവദിക്കത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവാം. അതുകൊണ്ട് ഇനിയുള്ളവരെങ്കിലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. കാരണം എപ്പോഴാണോ നമുക്കൊരു റെസ്റ്റ് ആവശ്യമുള്ളത് അപ്പോഴും നമ്മൾ റെസ്റ്റ് എടുക്കുക. നമ്മളതൊന്നും നോക്കാതെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ ഓടി നടക്കും. നമ്മളുടെ കാര്യങ്ങളുകൂടി, നമ്മുടെ ഹെൽത്തും നമ്മുടെ അതായത് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും രണ്ടും ഏറെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കാര്യം നോക്കിയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാനല്ല ഞാൻ പറയുന്നത്, നമ്മുടെയും കൂടി കാര്യങ്ങൾ നോക്കണം. ഇനി നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ മാറ്റാൻ പറ്റില്ല, ഇനി നടക്കുമോ എന്നുള്ളത് ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക. നോ പറയേണ്ടിടത്ത് നോ പറയാൻ പഠിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഒരു വൃത്തം വരച്ചിട്ട് ഒരു സർക്കിള്, ആ സർക്കിളിനകത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് കരുതുക. ആ സർക്കിളിനകത്തേക്ക് വരേണ്ട കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കണം. സർക്കിളിൻ്റെ പുറത്ത് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ തീരുമാനിക്കണം. വ്യക്തികളാകാം, പിന്നെന്താ ചില ബന്ധങ്ങളാകാം, സാഹചര്യങ്ങളാകാം, അനുഭവങ്ങളാകാം, ഓർമ്മകളാകാം. ചിലപ്പോൾ നമ്മളെ വേദനപ്പെടുത്തിയിട്ടുണ്ടാവാം. അവയൊക്കെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ ഓർമ്മിച്ച് വേദനിക്കാതെ അവയൊക്കെ വൃത്തത്തിന്, സർക്കിളിന് പുറത്ത് നിർത്താം നമുക്ക്. എന്നാൽ നമുക്ക് സന്തോഷം തരുന്ന നമ്മളുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും പറ്റിയ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. ആ ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ, ഓർമ്മകൾ, അനുഭവങ്ങളൊക്കെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയാൽ എന്ത് ചെയ്യണം? ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് നിർത്തി അല്പം ശ്വാസത്തിലൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ നല്ല ഓർമ്മകളെ നമ്മൾ എടുക്കുക. വേണ്ടാത്ത ചിന്തകളെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് പുറത്തേക്ക് വിടുക. എപ്പോഴെങ്കിലും ഹെവിനെസ് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഏറ്റവും ഒരു മനോഹരമായ സാഹചര്യത്തെ ഓർമ്മ വരുത്തി നമ്മൾ ശ്വാസകത്തേക്ക് എടുക്കുക. ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ആ വിഷമമുള്ളത് നമ്മൾ റിലീസ് ചെയ്യുക. നമ്മുടെ ശരീരം, മനസ്സ് ഇതെല്ലാം സൂക്ഷിച്ച് വളരെ ഹാപ്പി ആയിട്ട് നമുക്കിരിക്കാം. ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം, പക്ഷേ അത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാത്തതാണ്. ഒന്ന് കൊണ്ടുവന്ന് ശ്രമിച്ച് നോക്കൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബി ഹാപ്പി ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ്. താങ്ക് യു. ലവ് യു ആൾ.